രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. നമസ്കാരം പ്രിയമുള്ളവരെ, ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ഇന്നത്തെ നമ്മുടെ ചർച്ച ഇപ്പോൾ ആരംഭിക്കുന്നു. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങൾ ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദികാവ്യം മനുഷ്യ ജീവിതത്തിൻ്റെ പ്രപഞ്ച രഹസ്യങ്ങളുടെ എല്ലാ തലങ്ങളിലേക്കും നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഭാരതീയ വേദാന്തത്തെയും ഭാരതീയ സംസ്കാരത്തെയും അടുത്തറിയാൻ ആദികാവ്യം ഏറെ പ്രയോജനപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത് രാമനെ കാനനത്തിലേക്ക് അയക്കാനും രാമന്റെ അഭിഷേകത്തിനു വേണ്ടിയിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്നതായ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് ഭരതരാജകുമാരനെ അയോധ്യയുടെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കാനും കൈകേയി ദശരഥനോട് നിർബന്ധപൂർവകമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. മഹാരാജാവ് അത് അംഗീകരിച്ചില്ലെങ്കിൽ താൻ മഹാരാജാവിന്റെ മുന്നിൽ വെച്ചിട്ട് പ്രാണൻ വെടിയും എന്നുവരെ കൈകേയി ക്രോധത്തോടെയും ദുഃഖത്തോടെയും പാരവശ്യത്തോടെയും എല്ലാം പ്രഖ്യാപിച്ചു. മഹാരാജാവായ ദശരഥൻ കൈകേയിൽ നിന്നിട്ട് ആ പ്രകാരത്തിൽ ഒരു ആവശ്യം ഒരു കാലത്തും പ്രതീക്ഷിച്ചതല്ല. താൻ ജീവിതത്തിൽ ഏറെ കൊതിക്കുന്ന രാമാഭിഷേകം ഇപ്പോഴിതാ താൻ പ്രതീക്ഷിക്കാത്തതായ ഒരു കോണിൽ നിന്ന് വിഘ്നപ്പെടുത്തുവാനായിട്ട് തന്റെ മുന്നില് ഭയങ്കരമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു. പണ്ട് ദേവാസുര യുദ്ധത്തിൽ വെച്ച് കൈകേയിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ വരങ്ങൾ, അന്ന് കൈകേയി വാങ്ങാതിരുന്ന ആ വരങ്ങൾ, അതിതാ കൈകേയി തന്നോട് ആവശ്യപ്പെടുന്നു. ഈ അവസരത്തില് ഈ പ്രകാരത്തിൽ ഭരതന് രാജ്യവും രാമന് കാനനവും ആ പ്രകാരത്തിൽ കൈകേയി ആവശ്യപ്പെടുന്നു. ദശരഥ മഹാരാജാവ് അത് കേട്ടപ്പോഴേക്കും തകർന്നുപോയി. അദ്ദേഹം മോഹാലസ്യപ്പെട്ടു. അദ്ദേഹം നിലത്തേക്ക് വീണു. കുറെ ഏറെ നേരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ബോധം വീണ്ടും കിട്ടുന്ന അവസരത്തില് അദ്ദേഹം വളരെയേറെ ദുഃഖത്തോടുകൂടിയും അങ്ങേയറ്റത്തെ പാരവശ്യത്തോടുകൂടിയും ക്രോധത്തോടുകൂടിയും കൈകേയിയുടെ ക്രൂരത എത്ര ഭീഷണമാണ് എന്ന വസ്തുത വ്യക്തമാക്കിക്കൊണ്ട്
അദ്ദേഹം സംസാരിക്കുന്നിടത്താണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ച നാം തൽക്കാലം ഉപസംഹരിച്ചത്. മഹാരാജാവായ ദശരഥൻ കൈകേയിയോട് പറഞ്ഞു, നൃശംസേ ദുഷ്ടചാരിത്രേ കുലസ്യാസ്യ വിനാശിനി. നീ ക്രൂരയാണ്, യാതൊരു കാരുണ്യവും ഇല്ലാത്തവളാണ്. മനുഷ്യ സഹജമായിരിക്കുന്ന സ്നേഹബുദ്ധിയുണ്ടല്ലോ, അതിന്റെ ഒരു ലെവലേശം പോലും നിനക്കില്ല. ദുഷ്ടമൃഗങ്ങൾ പോലും ഈ പ്രകാരത്തില് ഇതേപോലുള്ള സന്ദർഭങ്ങളില് പെരുമാറുകയില്ല. അത്ര കണ്ട് ക്രൂര സ്വഭാവയാണ് നീ, അങ്ങനെ നൃശംസയാണ് നീ, ദുഷ്ടമായ സ്വഭാവത്തോടുകൂടിയവൾ, പെരുമാറ്റത്തോടുകൂടിയവൾ, ദുഷ്ടചാരിത്രേ. നിന്റെ മനസ്സിലെ സങ്കല്പങ്ങളെല്ലാം അങ്ങേയറ്റം പാപമെങ്കിലും ഒരിക്കലും ഒരു മനുഷ്യന് യോജിക്കാത്തത്. വിശേഷിച്ചും രാമന്റെ അമ്മയുടെ സ്ഥാനത്താണ് നീ നിൽക്കുന്നത്. രാമൻ നിന്നെ അമ്മയായി കാണുന്നു, നീ രാമനെ മകനായും കാണുന്നു. ആ അവസരത്തില് ഇങ്ങനെ രാമനോട് പെരുമാറാൻ നിനക്ക് മനസ്സ് വന്നല്ലോ. നിന്റെ സ്വഭാവം ഏറ്റവും ദുഷ്ടമാണ്. നീ നിന്റെ ഇത്തരം ക്രൂരമായ ആവശ്യങ്ങളിലൂടെ ഈ വംശത്തെ തന്നെ കളങ്കപ്പെടുത്തുന്നു. കുലസ്യാസ്യ വിനാശിനി. ഈ വംശം, ഇക്ഷ്വാകുവിന്റെ വംശം, രഘുവിന്റെ വംശം, ഈ വംശം ധർമ്മത്തിന് പേരുകൊണ്ടതാണ്. അതുകൊണ്ട് ഇതിനെ സൂര്യവംശം എന്ന് എല്ലാ പേരും വിളിക്കുന്നു. സൂര്യനിൽ നിന്ന് ഉണ്ടായി സൂര്യനെ പോലെ ലോകത്തെ പവിത്രീകരിക്കുന്നതായ ഭരണാധിപന്മാരുടെ വംശം. അങ്ങനെ സൽപ്പേര് നിറഞ്ഞതായ ഈ വംശത്തെ നീ നിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട്, ക്രൂരത കൊണ്ട് നശിപ്പിക്കുന്നു. ഇതിന്റെ ചരിത്രത്തെ തന്നെ നീ ഇല്ലാതാക്കി തീർക്കുന്നു. അല്ലയോ പാപിനി, കിംകൃതം തവരാമേണ പാപേ പാപം മയാപിവ. ശ്രീരാമചന്ദ്രൻ നിന്നോട് എന്ത് പാപമാണ് ചെയ്തത് ഇങ്ങനെ രാമനോട് പെരുമാറാനായിട്ട്? അതേപോലെ ഈ ഞാൻ നിന്നോട് എന്ത് പാപമാണ് ചെയ്തത് എന്നോട് ഇങ്ങനെ പെരുമാറാനായിട്ട്? മുഴുവൻ നാട്ടുകാരെയും സാമന്തന്മാരെയും ബന്ധുജനങ്ങളെയും സൈന്യാധിപന്മാരെയും സൈന്യങ്ങളെയും എല്ലാം വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങൾ ഇതാ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അയോധ്യയിൽ അതിന്റെ ആഹ്ലാദപൂർണമായിട്ടുള്ള ഉത്സവവിശേഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഞാൻ നാട്ടുകാരോട് വാക്ക് പറഞ്ഞതാണ്. ആ അവസരത്തിലെ ഈ വാക്ക് തെറ്റിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നിന്ദനീയമാണ്. എന്നെ കൊണ്ട് വാക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് നീ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു. ഇതിന് തക്കവണ്ണം ഞാൻ എന്ത് പാപമാണ് ഞാൻ നിന്നോട് ചെയ്തത്? ശ്രീരാമചന്ദ്രൻ നിന്നോട് എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത് എന്ന് നീ ഒന്ന് ഓർത്തുകൊള്ളൂ. സദാതേ ജനനീതുല്യാം മൃത്യം വഹതി രാഘവ. എപ്പോഴും രാമൻ അമ്മയോടെന്ന പോലെയാണ് നിന്നോട് പെരുമാറുന്നത്. കൗസല്യ എത്ര കണ്ട് രാമന് പ്രിയങ്കരിയാണോ അതേപോലെ തന്നെ പ്രിയപ്പെട്ട മാതാവാണ് നീ. ഒരുപക്ഷെ കൗസല്യേക്കാളും രാമൻ നിന്നോട് സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ വച്ച് പുലർത്തുന്നു. അല്ലയോ കൈകേയി, നിന്നെക്കുറിച്ച് ഞാൻ ഈ പ്രകാരത്തിലൊന്നും ഒരു കാലവും സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കുടുംബത്തിന് മണിവിളക്കായിരിക്കും നീ എന്ന് കരുതിയാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ത്വം മയ ആത്മവിനാശായ ഭവനം സ്വം നിവേശിത. കേകയത്ത് വന്ന് നിന്നെ വിവാഹം കഴിച്ചത് ഞാൻ ഇവിടേക്ക്, ഈ അയോധ്യയിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് നിന്നെ ഈ ഭവനത്തിൽ കുടിയിരുത്തിയത് യഥാർത്ഥത്തില് എനിക്ക് തന്നെ ആപത്ത് വലിച്ചു വരുത്താൻ വേണ്ടിയിട്ടാണ്. നീ വന്നതുകൊണ്ട് സംഭവിച്ച ഇതാണല്ലോ. സൂര്യവംശജരുടെ ചരിത്രത്തില് ഇതിന് സമാനമായിട്ട് യാതൊന്നും തന്നെ നാളിതുവരെ ഉണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. നീ ഈ വംശത്തെ തകർക്കുന്നു, എന്നെയും അതേ പ്രകാരത്തിൽ നീ തകർക്കുന്നു. അല്ലയോ കൈകേയി,
നീ തീക്ഷ്ണ വിഷമുള്ള വ്യാളിയെപ്പോലെയാണ് ഇപ്പോൾ എന്നോടും രാമനോടും പെരുമാറുന്നത്. ജീവലോകേ യഥാ സർവോ രാമസ്യാഹ്യ ജീവലോകോ യഥാ സർവോ രാമസ്യാഹ ഗുണസ്തവം. ഈ ലോകത്തിലുള്ള സമസ്ത ജീവരാശിയും ശ്രീരാമചന്ദ്രന്റെ ഗുണഗണങ്ങളെ വളരെയേറെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും അതേപോലെ തന്നെ ഉത്സവപൂർണമായ സന്തോഷത്തോടുകൂടിയും നിരന്തരം പ്രശംസിക്കുന്നു. രാമന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നു. അങ്ങനെയിരിക്കവേ ഞാൻ എങ്ങനെയാണ് അപരാധം കമുദ്ദിശ്യ ത്യക്ഷ്യാമീഷ്ടം അഹം സുതം